അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെയാണ്. ഒരു വയലാണ്. ഇവിടെ ഒരുപാട് അനാബസ് ഉണ്ട്. എല്ലാവരും വളർത്തുന്ന മീനാണ്. പക്ഷെ നമ്മളിവിടെ വയലിലൊക്കെ ഇഷ്ടം പോലെയാണ്. ആവശ്യത്തിലധികം ഉണ്ട്. ഇവിടെ മീൻ ചൂണ്ടിടാൻ കൊണ്ട് കുറച്ച് കാളൊക്കെ കളഞ്ഞിട്ട് കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. മണ്ണിരയാണ് ഇവരെ ഇഷ്ട വിഭവം. ആ മണ്ണിര ഇട്ടിട്ട് തന്നെ തുടങ്ങാം. പെട്ടെന്ന് എടുക്കും. വേണ്ട ടൈമൊന്നും വേണ്ടി വരില്ല. ഇത് മണ്ണിര കണ്ട പെട്ടെന്ന് എടുക്കും. ബിരിയാണി കണ്ട തീറ്റയായി. അനാബസിലും വന്നതോടുകൂടി ഇടയിലോ ബാക്കിയുള്ള മീനൊക്കെ നാട്ടുപുറത്തുണ്ടായ മീനൊക്കെ എല്ലാം പോയി വിറ്റുകൾ മാത്രമേ ചെയ്യൂ. ചെറിയത് മുതൽ നല്ല സൈസിൽ സിലോപ്പിയുടെ സൈസ് ആവുന്ന അത്ര വരിയിൽ മീനൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അധികം ഇപ്പോൾ കിട്ടുന്ന മീൻ വെച്ചാൽ അനാബസും ആഫ്രിക്കൻ മഷും രണ്ടും വളർത്തു മീനുകളാണ്. പക്ഷേ പണ്ടാരോ വയൽ കൊണ്ട് ഇളക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫുള്ള് ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. ബാക്കിയുള്ള മീനെല്ലാം പോയി കിട്ടും ഇങ്ങനെ കൊണ്ട്. അങ്ങനെയാണ് നമ്മുടെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ അധികം ഞാൻ ചൂണ്ടിടുന്നതാണ്. പക്ഷേ കിട്ടും. കറിക്കുള്ള വകുപ്പ് എന്തായാലും 1 മണിക്കൂർ ഇതുപോലെ ലാഗടിപ്പിക്കും. മനസ്സിലും മടുപ്പ് വരുന്ന രീതിയിലാണ് കിട്ടത്തേ. കിട്ടിക്കൊണ്ടിരുന്നിട്ട് പിന്നെ കിട്ടാകുമ്പോൾ ഒരു മടുപ്പ് വരും. ഇതില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്, നമുക്ക് അവിടെ നോക്കാം. ഒന്നുകൂടി നോക്കി നോക്കാം. അവിടെ നിന്ന് മടുപ്പ് വന്നു. അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടുന്ന് കിട്ടിയ 2 ആൾക്കാരായിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ ചൂണ്ടയിൽ കയറുന്നുണ്ട്. നല്ല കൊത്തുണ്ട് ഇവിടെ. ചിലവിടെ രണ്ടു വന്നു കഴിഞ്ഞു. നല്ല മീനൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ആദ്യം ലാഗടിപ്പിക്കാൻ തുടങ്ങിയത്. ചെറിയടുത്ത് വന്ന് കയറിയിട്ടുണ്ട്. നല്ല ചെറുതായി കുഴപ്പമില്ല, കുപ്പിക്കാം. എടുക്കൽ ഭയങ്കര റിസ്ക്. മൊത്തം ബോഡി മൊത്തം എന്താ ബ്ലേഡ് പോലെയാണ്. അതാ ഒരു ഇറങ്ങിനാണെങ്കിൽ നല്ല മൂർച്ചയില്ല, മുള്ളു പോലെയാണ്. സൂക്ഷിച്ചും കണ്ടും പിടിച്ചില്ലെങ്കിൽ കൈയൊക്കെ കുത്തി നാശമാണ്.
ട്രൈ ചെയ്ത് നോക്കാം. കൊത്താൻ തുടങ്ങിയ ചെറുപല കൊത്തായിരിക്കും, ഇല്ലെങ്കിലില്ലേ ഒരു സംഭവം. ഇല്ലെങ്കിൽ മടങ്ങാം, അതായിരിക്കും നല്ലത്. ആയിരിക്കും വേണ്ട, എല്ലാവർക്കും വയററിഞ്ഞു പോകും. മണ്ണിൽ നിന്ന് വയററിഞ്ഞു പോകും. ഒരു ചോട്ടാ സാബിനെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തേക്കുള്ള പരിപാടി നിർത്താൻ നമുക്ക്. മീനെല്ലാം കാട്ടിത്തരാം. ചൂണ്ടെന്ന് നേരെയൊക്കെ എടുത്ത് കളയട്ടെ. എല്ലാം കൂടി ഒരു 5-6 കിട്ടി. നേരത്തെ ഞാൻ ചൂണ്ടിട്ടില്ലേ, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിലൊരു 5-6 കിട്ടിയിട്ടുണ്ട്. അല്ല, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. സമയം പോകാനൊക്കെ ഉള്ള പരിപാടി. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 5 എണ്ണം. ഇത് നേരത്തെ പിടിച്ചത്, ഞാൻ പറഞ്ഞു നേരത്തെ ഒരു സമയത്ത് വീഡിയോ അടിക്കാൻ പറ്റില്ല. ചെടിയായിട്ട് എല്ലാത്തിനും ഒന്നിലിട്ട് കാണിച്ചാൽ കാര്യമല്ല. ഇത്ര എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. ചെറുതും വലുതായിട്ട് 10-12 നല്ല അനാബസാണ് കേട്ടോ. അനാബസേ വേറെ ഒന്നുമില്ല.